ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മൾ ഇടുന്ന ചില വീഡിയോസിന് താഴത്തൊക്കെ എല്ലാവരും ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇപ്പം എന്താ ഓളെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. ചില നമ്മൾ മിനി വ്ളോഗൊക്കെ ഓളെ വീട്ടിലെ ഓരോരോ വിശേഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് അന്താ ഓളെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്, അവിടെ തന്നെ എന്താ നിൽക്കുന്നത്, ഇപ്പം തന്നെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്, ഇതെന്താ എങ്ങനെ എല്ലാവരും ചോദിക്കുക. ഇതാണ് ഇപ്പോൾ ചില വീഡിയോസിനും ചില പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുക. അപ്പോൾ എന്താ പറയുക, ഞാൻ ആലോചിക്കുക ഗൈസ്, കല്യാണം കഴിച്ച് വെച്ചിട്ട് നമ്മളെ ഭാര്യമാർക്കൊന്നും സ്വന്തം വീട്ടിൽ നിന്നൂടെ? അതിപ്പോ ഇത്ര പ്രശ്നമാണോ? ഞാൻ നിങ്ങളെ കമന്റ് കാണലാട്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. കാരണം ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കലുണ്ട് ചില സമയത്ത്, ഓളോടാകുമ്പോൾ ഓളോടെ നിൽക്കലുണ്ട്, എൻ്റെ വീട്ടിൽ നിൽക്കലുണ്ട്, ഇവിടെ നിൽക്കലുണ്ട്. അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞ് വെച്ചിട്ട് ഭാര്യമാരെ ഓലെ വീട്ടിൽ വിടുതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഓളെ കൂട്ടാൻ വന്നതാണ്. അപ്പൊ ഞാൻ ഓളും കൂടി ഇപ്പൊ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാലും ഞാൻ ഈ കമന്റ് ഒക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇത്രയും വിഷയാന്നൊക്കെ മനസ്സിലായിട്ട് എന്തായാലും. അപ്പൊ നമ്മള് പോവാൻ നേരത്ത് ഇവിടെ ഇപ്പൊ ആരുമില്ല, ഇവന്റെ ഉമ്മയെ ഇപ്പൊ കല്യാണത്തിന് ചെയ്താ. അപ്പൊ ഇമ്മൂനെ കൂട്ടിലാക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ കേറുന്നില്ല ഇവിടെ, ഇവന്റെ അത്ര ഇങ്ങനെ നടക്കുകയാണ്. ഒച്ചമ്പളൊക്കെ ഉണ്ടാക്കും, കൂട്ട് കേറൂല. ഫുഡ് കഴിച്ചോട്ടെ. എപ്പോഴോ ഇനി എന്തായാലും ഓല് വരുന്നവരെ കഴിക്കാൻ തീ വേണ്ടി വരും അല്ലേ? ഉമ്മയിപ്പോ വരുന്നവരെ ഇന്ന് എന്തേ എടുത്തു കൊടുക്ക്. അപ്പം എന്താ പറയുക, ഈ മൂന്നിപ്പോൾ കൂട്ടിലാക്കി ഓളെ ഉമ്മയും വാപ്പയും ഇല്ലാത്തതും കൊണ്ട് തന്നെ പുറത്തുനിന്ന് നമ്മൾ എന്താ വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയി വിട്ടതാ. നീ വിശക്കുന്നുണ്ടോ കഴിച്ചോട്ടെ. അപ്പോൾ ഇമ്മൂനെ കൂട്ടിലാക്കി ഞാനും ഹിബ ഇപ്പോൾ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം അത് പുറത്ത് ഇവിടെ ആരില്ലാത്തതും കൊണ്ട് നമ്മൾ പുറത്താക്കലില്ല, അതിന് ഫുഡും കാര്യങ്ങളും വെച്ച് അകത്താക്കിയതല്ല ഇപ്പം. അപ്പം അതിനകത്തായി കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒരു വന്നാൽ പിന്നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് സേഫ് അല്ല പുറത്തേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് ഉള്ളിൽ കെട്ടിയതാ. അപ്പൊ നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. പിന്നെ ഇവന്റെ ഉമ്മ ഇപ്പൊന്നും ഇല്ല ചോദിക്കുന്നത് ഞാൻ പറയാണ്, ഇവിടെ ആരും ഇല്ല, ഒരു കല്യാണത്തിന് പോയതാണ്, ഞാനും ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ പോലെ നമുക്ക് ഹായ്. അപ്പൊ നമ്മളങ്ങനെ ഹിബന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ നേരത്തെ ഓളെ വാപ്പയും ഉമ്മയും വന്നിരുന്നു അല്ലേ. അപ്പൊ പിന്നെ ചായ ഒന്നും കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓല അങ്ങ് കൊണ്ടുപോയി. പിന്നെ എനിക്കും ഹിബക്കും എന്താ പറയാ, നമ്മളങ്ങ് ചിന്തിക്കുകയാണ്. കാരണം ഇപ്പൊ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ, ഇപ്പൊ ഓൾക്ക് ഓളെ വീട്ടിൽ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോ പോയി നിന്നൂടെ? എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കുക. അപ്പൊ ഈ നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കുമ്പോഴേക്ക് എന്തായിരിക്കും ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ആലോചിക്കുന്നല്ലേ. ഇവ എന്താ ആൾക്കാരെ പറ്റി പറയാനുള്ളത്? എന്താ പറയാ, ഞാൻ എല്ലാ മാസവും പോലും ഉണ്ടല്ലോ. യെസ്, അത് നമ്മള് വ്ളോഗ് സ്ഥിരാക്കിയപ്പോൾ എനിക്ക് എന്താന്നറിയില്ല. കാരണം നമ്മളിപ്പോ ഒരു കൊല്ലമായിട്ട് നമ്മള് വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മളൊരു കൊല്ലമായിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അവിടെയും ഇവിടെ ഓളോടെ കുറെ നിൽക്കും, നമ്മളുടെ വീട്ടിൽ നിൽക്കും, അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ വ്ളോഗ് തുടങ്ങിയതിനു ശേഷോ വ്ളോഗ് സ്ഥിരാക്കിയതിനു ശേഷോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നില്ല എനിക്കിങ്ങനെ. എന്താ പറയാ, ചില ആൾക്കാർ ഇങ്ങനെ എന്താ അവിടെ തന്നെ നിങ്ങൾ ചോദിക്കുമ്പോ നമുക്ക് വിഷമം പോവലൊക്കെ ഉണ്ട്. അതന്നെ. എന്നാലും ആലോചിക്കാണ് നമുക്ക് കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ, ഇപ്പൊ ഓൾക്കായാലും എനിക്കായാലും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓൾക്കോളെ വീട്ടിൽ പോകണമെങ്കിൽ പോവാ, എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കണമെങ്കിൽ കല്യാണം നമ്മൾ ഒരിക്കലും ഇന്ന സ്ഥലത്ത് നിൽക്കണം എന്നുള്ളൊരു വാശി അങ്ങനൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഇടയിലില്ല. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ഒന്നും എനിക്കായില്ല, നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ലൈഫ് അല്ല. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനെ പറ്റി ഇങ്ങനെ ഒരു വ്ളോഗാക്കി ഇടുമ്പോ എന്താ പറയാ, കുറെ ആൾക്കാർക്കുള്ള മറുപടി തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കൊറേ ആൾക്കാർ കാരണം ഒരു മെസ്സേജ് ഒന്നല്ല ഇങ്ങനെ വരുന്നത്, എന്താ പോവാത്തെന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജ്. സോ അതൊരൊറ്റ റിപ്ലൈ ആയിട്ട് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വ്ളോഗിൽ പറയാ വിചാരിച്ചല്ലേ. വ്ളോഗിലാവുമ്പോ പിന്നെ ആ ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ, പിന്നെ ചോദിക്കില്ലല്ലോ കുറെ ആൾക്കാരൊന്നും അങ്ങനെ, അതുകൊണ്ട് ഇട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ എന്താ പറയാ പരിപാടികളല്ലേ. ഇവക്ക് നല്ല വിശക്കുന്നുണ്ട് ഇപ്പൊ. നല്ല വിശക്കുന്നൊന്നുമില്ല. അപ്പോൾ പോകുന്ന ഒരു ചായ ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ച്. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറയുക, നല്ല പെട്ട അവസ്ഥയായിരുന്നു. നല്ല പാറക്കഷ്ണമായിരുന്നു ദോശ ഉള്ളത്. ഹിബൻ്റെ ഫേസും എൻ്റെ ഫേസും കണ്ട് അങ്ങക്ക് മനസ്സിലാവും. നമ്മൾ ഭയങ്കര ഒരു ആഗ്രഹിച്ചൊക്കെ പോയി കഴിച്ചാണ്, പക്ഷേ തീരെ ഇഷ്ടപ്പെട്ടില്ല. അതന്നെ, എപ്പോഴും ഉണ്ടാക്കി വെച്ച ദോശമാരുണ്ട്, ഒരു ചൂടുമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പിന്നെന്താ എന്തായാലും വാങ്ങിച്ചല്ല, നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അതിനാണ് ഞാനും ഹിബയും ഫുള്ള് ഇരുന്ന് കഴിച്ചൊക്കെ എന്തായാലും. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, ബട്ടർ ചിക്കനും ഗാർലിക് ചിക്കനും വാങ്ങിച്ചോ. എന്തേ ഗ്യാസാ? അവിടെ ഇരുന്നോ? ഇപ്പം എല്ലാവരും വെച്ച് ഫുഡ് കഴിക്കാം. ബട്ടർ ചിക്കൻ ഗാർലിക് ചിക്കൻ ചിക്കൻ വേണ്ട, കറിയായി. ചിക്കൻ എടുത്തോ? ചിക്കൻ കറി ആ ചിക്കൻ പെട്ടെന്ന് തന്നെ ഉണ്ട്.
അപ്പൊ നമ്മളിതാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കാതെ ഇപ്പൊ ഇവിടെ കണ്ടിട്ട് അർബജന്റെ മാതിരി ഇരിക്കുന്നത്. ഉമ്മ എന്താക്കാണ് ഇന്നങ്ങ വരുവോ? ഇഷ്ടപ്പെട്ടോ ഫുഡ്? ഏതാ ഇഷ്ടപ്പെട്ട? നിങ്ങൾ ഉണ്ടാക്കിയതോ? ഉണ്ടാക്കിയത് ഇവിടെ വാങ്ങിച്ചല്ലേ? എപ്പൊ ഉണ്ടാക്കി നിങ്ങള്? എന്തിനുള്ള ഫുഡാന്ന് പറഞ്ഞെടുക്കുമ്പോ മോന്റെ സുന്നത്തിന് വകയായിട്ടുള്ള ഫുഡ്. അതെ, എന്റെ അനിയത്തിന്റെ എന്താ പറയാ, എത്ര മാസം? അനിയത്തിന്റെ മോന് 3 മാസമായില്ലേ? അതെ, സുന്നത്തെ നേരത്തെ കഴിക്കുക. അപ്പൊ എല്ലാരും നേരത്തെ കഴിക്കാണല്ലോ. അപ്പൊ അതിന്റെ എന്താ പറയാ, അതിന്റെ വക ഫുഡ്. അതിന്റെ വക ഫുഡ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. ഇപ്പൊ ഇനി കഴിഞ്ഞിട്ടില്ല, അവിടെ സമയമായിട്ടില്ല അല്ലേ? രാത്രിയാണ്. അതിനോട് വാങ്ങി തന്നെ നമുക്ക് ഫുഡ്. ഭയങ്കര ചൂടില്ലേ, ഭയങ്കര ചൂടാക്ക. ഐസ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു പോവാ. റോസ്റ്റഡ് വാങ്ങി തരാന്ന് പറഞ്ഞതാ. ഇവര് റോസ്റ്റഡ് മാറ്റിക്കാണ്. റോസ്റ്റ് മാറ്റി നിങ്ങള് വാ, ചൂടെടുക്കുന്നു ഇവിടുന്ന്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് ഞാന് അപ്പം പറയായിട്ടാണ്. ആള് എന്താ പറയാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല സങ്കടത്തില. നിങ്ങക്ക് കാറിലെ വിഷല് റീച്ചൊക്കെ ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഫേസ്, ഫേസിൽ എങ്ങനെയാ ഇരിക്കുന്നത് പറയില്ല. ഇല്ല, അങ്ങനല്ലേ സ്വന്തം വീട്ടിൽ നമ്മള് പോകുമ്പോ വിഷമില്ലാവൂലേ എല്ലാവർക്കും. അതിപ്പോ എന്ത് പറയാനാ? അല്ല, അതിപ്പോ ഞാനായാലും എന്താ പറയാ, എന്റെ വീട് വിട്ടിട്ട് ഒരു സ്ഥലത്ത് വീട്ടില് അങ്ങനല്ല, ഇവളമാരി കുറച്ച് നിൽക്കാനൊക്കെ നമുക്ക് വിഷമമുണ്ടാവും. നമ്മളെ വീട് ഉമ്മയും അപ്പനും വീട്ട് കുറച്ച് പോവല്ലേ. അത് പക്ഷെ ആ ഒരു നിമിഷം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? ഇവ കണ്ടോ, ആളിപ്പം ചില്ല. അതായത് ഇറങ്ങുമ്പോ ഒരു സങ്കടം ഉണ്ട്. ഞാൻ പിന്നെ അപ്പം പറയായിട്ടാ, അതിന് ശേഷം ആള് ഓക്കെ കേട്ടോ. അപ്പൊ എന്താ പറയാ, ഞാനത് അപ്പൊ പറയായിട്ടാ. അപ്പൊ നമ്മളോട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് മെയിനായിട്ട് ഇട്ടത് തന്നെ അല്ലേ? നമുക്ക് വന്ന അത് നമ്മളാരുടെ തെറ്റി പിരിഞ്ഞു പോയതാണെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല, വേണ്ടാത്തത് നിങ്ങൾ വിചാരിക്കില്ല. ഞാൻ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ നിൽക്കാൻ പോയതായിരുന്നു. അപ്പൊ എന്റെ ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാൻ തോന്നുകയാണെങ്കിൽ ഞാൻ പിന്നെയും പോകും. അതെ, ഇനിയൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിലാക്കി തന്നെ വീഡിയോ ഇടാൻ പോവാ. അപ്പൊ നിങ്ങൾ വെക്കുക പോയോ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെഡിങ് വരുന്നുണ്ട് നമുക്ക്. നമുക്കൊരു വെഡിങ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് പോകേണ്ടി വരികയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ കുറെ ആൾക്കാര്, ഞാൻ തന്നെ ശരിക്കും ഷോക്കായി. ഇങ്ങനെ ഓരോ അതെന്താ ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാനുള്ളതെന്ന് ആലോചിച്ചിട്ട് ഞാൻ ശരിക്കും ഷോക്കായി. അപ്പൊ എന്നോട് പറഞ്ഞത് നിങ്ങൾ നോക്കണം, നമുക്കൊരു വീഡിയോ ആക്കി ചെയ്യാം. അതായത് എല്ലാരും കൊറേ ആൾക്കാരൊന്നും ഇങ്ങനെ പോവാൻ പറ്റുന്നില്ല സാറിലിട്ടോ. പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല സാറില്. അതന്നെ, എനിക്ക് പോവാൻ പറ്റുന്നുണ്ട്, എന്താ പറയാ, അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ആശിക്കാന്റെ മനസ്സൊക്കെ മാറൂലേ? പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളോട് എന്താ വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളെ വീഡിയോസ് കാണുന്നതൊക്കെ. നമ്മളെ ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നേക്കും കുറെ ആൾക്കാർ. അപ്പൊ നമ്മളതിന്റെ ഉത്തരങ്ങൾ തരണം. അതൊക്കെ നമ്മൾ നിർബന്ധിതമായ ഒരു കാര്യമാണല്ലോ. അപ്പൊ എന്താ പറയാ, നിങ്ങളുടെ ഡൗട്ടും കാര്യം ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്ത് ചോദിച്ചോളും പ്രശ്നം. പക്ഷെ നമ്മള് ചില കാര്യങ്ങളൊക്കെ ഹേർട്ട് ഞാനത് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. അതന്നെ, ചില വീഡിയോസിന് അല്ല, ചില മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാറില്ല. അത് ഹാർട്ട് ആവുമ്പോ ചിലപ്പോ പറയാൻ തോന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് അതിന് റിപ്ലൈ കൊടുക്കുക. അപ്പൊ ഒരു സമാധാനം. അങ്ങനെ നമുക്ക് കുറെ കേസ് ഉണ്ടാവുള്ളൂ എല്ലാ കാര്യത്തിനും. ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ചോദിച്ചോളി. നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, കാരണം നമ്മള് ഡെയിലി കണ്ടന്റ് ചെയ്യുന്ന നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ എന്താ പറയാ, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നില്ല, എനിക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടും പേഴ്സണലായിട്ടും കുറച്ച് മെസ്സേജ് ഒക്കെ വന്നിന്. പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ നല്ലതൊക്കെ അയക്കിട്ടോ. നമ്മൾ ഏൽപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക, നമുക്ക് മറുപടി പറയാൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എന്താ പറയാ, അല്ലെ, ഇത് ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഇതൊക്കെ എന്തിനാ വന്നിട്ട് പറയാൻ നിക്കുന്നത്, പിന്നെ തെറ്റിയതാണോ എന്തിനാ പറയാ. അതിനൊക്കെ തക്കതായിട്ടുള്ള ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നതില്ലേ. നമുക്ക് അങ്ങനത്തെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണ്ടല്ലോ. വ്ളോഗ് പറഞ്ഞു കഴിഞ്ഞാല് കയ്യല്ല, അത്രേ ഉള്ളൂ. യെസ്. അപ്പൊ നമ്മൾ ഈ ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ടും ചെറിയ വിശേഷങ്ങൾ പങ്കുവെക്കുവാണ് ഈ വ്ളോഗ് എടുത്ത. അപ്പൊ അടുത്ത വ്ളോഗിൽ നമുക്ക് കൂടുതൽ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.